ജസമിൻ സാർ, ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ഇയാളുടെ ഈ കേസിന്റെ വ്യാപ്തി നമ്മൾ മുൻപ് വിവരങ്ങൾ ഒരുപാട് വട്ടം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഇപ്പോൾ ആ ഒരു നയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് എന്ന് മാത്രമാണ് സത്യത്തിൽ ഇന്ന് മലയാളം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിന്റെ ആ കേസിന്റെ വ്യാപ്തിയൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുകൂടെ കവർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഭാവി ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതിന്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ, മാത്രമല്ല ഇതിന്റെ ഈ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇപ്പൊ ഹരിപ്രസാദ് ജി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇയാളുടെ സ്ഥാനം എന്തായിരിക്കും, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനം എന്തായിരിക്കും, ഇങ്ങനെ ഇതൊക്കെ രാഷ്ട്രീയ വിശകലനം എന്ന രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങ് തന്നെ അൺമ്യൂട്ട് ചെയ്യണം. അങ്ങ് മ്യൂട്ട് ചെയ്തുകൊണ്ട് എനിക്കിവിടെ. അതായത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ 1-2 ഇലക്ഷനോട് അടുത്ത് വരുന്ന സമയത്ത് ഇന്ത്യയിലെ പൊതുവായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ഇലക്ഷനുകൾ, ആ 2 ഇലക്ഷനുകളിലും കണ്ടത്, ഇലക്ഷൻ പോളിംഗ് ഡേറ്റിന്റെ ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് പള്ളികൾ ആക്രമിക്കുക, കുരിശുപള്ളികൾക്ക് കല്ലെറിയുക, കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ പുരോഹിതന്മാരെ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ വാർത്തകൾ രാജ്യമെമ്പാടും ആസൂത്രിതമായി പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ ആ പ്രചരണത്തിന്റെ മറവിൽ BJPക്കെതിരായിട്ടുള്ള ഒരു ജനരോഷം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തവണ ഇലക്ഷൻ ആരംഭിക്കുന്നതിന് മുൻപ് വളരെ വ്യക്തമായി പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ മുന്നറിയിപ്പ് കൊടുത്തു. അത്തരം പ്രവചനങ്ങളും പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. അത് നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മാനിപ്പുലേഷനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തു. ഏതായാലും അതുകൊണ്ടായിരിക്കാം ഇതുവരെ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി വരുമോ എന്നറിയില്ല, കാരണം ഡേറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഇത്തവണത്തെ അതെ, ഒരു ഇൻസിഡന്റ് ഉണ്ട്, അതെ, ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്, അതിങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് മറ്റൊരു അർത്ഥത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അത്ര ചെറുതായി കാണാൻ ലോകശക്തികൾ തയ്യാറാവുന്നില്ല. നമ്മൾ മുമ്പിലേക്ക് ചർച്ച ചെയ്തതാണെങ്കിൽ പോലും അത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ചൈന മുതൽ അമേരിക്ക വരെയുള്ള വൻശക്തി രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയിടാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും ഇത്. അതുകൊണ്ട് 7 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയും 4 ഘട്ടങ്ങൾ ബാക്കിയുള്ളപ്പോൾ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല നീക്കങ്ങളും ഇനിയും പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ വ്യക്തമാവുന്നത്, പുറമേ കാണുന്നത് മദ്യ അഴിമതിയാണ് അല്ലെങ്കിൽ വഖഫ് അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ പിന്നിൽ വൻതോതിൽ പണം സമ്പാദിച്ചുകൊണ്ട് പണം ഉപയോഗിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെ നേതൃത്വ ഗണത്തിന്റെയും പരിശ്രമങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. നമ്മൾ ഓർക്കണം, ഈ ആം ആദ്മി പാർട്ടി ഉണ്ടായിട്ട് അധികം വർഷങ്ങളായിട്ടില്ല, കൂടി വന്നാൽ ഒരു ദശകം, ഒരു 10 വർഷക്കാലം. അതിനിടയിൽ മനീഷ് സിസോദിയ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി എന്ന് തോന്നുന്നു എനിക്ക്, അതുപോലെ സത്യേന്ദ്ര യാദവ്, അമാനുള്ള ഖാൻ, സഞ്ജയ് സിംഗ്, താഹിർ ഹുസൈൻ, അരവിന്ദ് കെജ്രിവാൾ അടക്കം 6 പ്രമുഖന്മാരാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. ഇവരൊക്കെ ജയിലിലേക്ക് പോയത് തെറ്റായിരുന്നു എന്നിരിക്കട്ടെ, അതായത് കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള EDയുടെ ചില നീക്കങ്ങളായിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്ന് ഇവരെ വെറുതെ വിടേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തു വരേണ്ടതാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇന്ത്യൻ ജാമ്യം അല്ല ഞാൻ പറയുന്നത്, അതൊന്നും ഉണ്ടായില്ലല്ലോ. മാത്രമല്ല സത്യേന്ദ്ര ജെയിൻ മാത്രം അസുഖബാധിതനായി പുറത്തേക്ക് വന്നു, മരുന്നും മേടിച്ചിട്ട് തിരിച്ച് വീണ്ടും ജയിലിലേക്ക് തന്നെ കയറിപ്പോയി. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പുറകിൽ വളരെ ഗൗരവകരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെന്ന് ശിക്ഷിക്കപ്പെടാവുന്ന പല കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് വ്യക്തമാണ്. അതല്ല എങ്കിൽ കേവലം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എങ്കിൽ കോടതിക്ക് അവരെ വെറുതെ വിടാമായിരുന്നു. അതൊരു കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ 9 തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് കിട്ടിയത്. ആ സമൻസ് കിട്ടിയപ്പോഴൊന്നും ഹാജരായില്ല. അപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അദ്ദേഹം ചെയ്യാവുന്ന ജോലിയെല്ലാം ചെയ്തു. ഇതും ജനങ്ങളുടെ മുമ്പാകെ ഇന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായി ഇങ്ങനെ ഒരു അരവിന്ദ് കെജ്രിവാളിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്താരാഷ്ട്ര അജണ്ട ഉണ്ട് എന്നുള്ള കാര്യവും സംശയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് ഇട്ടപ്പോൾ ആ നിമിഷം തന്നെ കെട്ടടങ്ങി കർഷക സമരം.
കർഷക സമരവും അരവിന്ദ് കെജ്രിവാളുമായിട്ട് എന്താ ബന്ധം എന്ന് ഇനി അന്വേഷിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അതായത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള അന്താരാഷ്ട്ര അജണ്ട നടപ്പാക്കുന്നതില് സേനാധിപനായിട്ട് നിന്നുകൊണ്ട് പോരാടുന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് അധികം താമസിയാതെ നമുക്ക് വ്യക്തമാകും. അതിന്റെ തെളിവുകൾ പുറത്തു വരട്ടെ. ഏതായാലും ആ അടവും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത്, അന്താരാഷ്ട്ര തലത്തിലുള്ള വൻശക്തി രാഷ്ട്രങ്ങളും അവരുടെ കയ്യിലുള്ള മീഡിയയും മാധ്യമങ്ങളും ഇപ്പോൾ ഇന്നലെയൊക്കെ പുറത്തു വന്നിരിക്കുന്ന ടൈംസ് മാഗസിൻ അടക്കമുള്ളവരും ഇനി CNN, BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാവരും ആഞ്ഞടിക്കാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. പക്ഷേ പണ്ടൊക്കെ ഇത്തരം അജണ്ടകൾക്ക് മുമ്പിൽ പതറിപ്പോയ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിനെയൊക്കെ ഫലപ്രദമായി നേരിടാനും തിരിച്ചടിക്കാനും കഴിയുന്ന ഒരു കരുത്ത് നമ്മുടെ രാഷ്ട്രം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ NDAക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ആക്രമണങ്ങൾ ഏതൊക്കെ വശത്ത് നിന്ന് വന്നാലും, കൂട്ടായ ആക്രമണം ഉണ്ടായാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇന്ന് ഇവിടെയുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങളിൽ പലയിടത്തും അങ്ങനെയല്ല. ഇപ്പൊ കാനഡ പറയുന്നുണ്ട് ഇന്ത്യ സ്വാധീനിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിനെ, അമേരിക്ക പറയുന്നുണ്ട് സ്വാധീനിക്കുന്നു, ഓസ്ട്രേലിയ പറയുന്നുണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പാകിസ്ഥാൻ പണ്ടേ അത് പറയുന്നുണ്ട്. അപ്പൊ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ സ്വാധീനിക്കുന്നു, ഇന്ത്യ ഇടപെടുന്നു എന്ന് പറയണമെങ്കിൽ ഇന്ത്യ അത്ര വലിയൊരു ലോകശക്തിയായി മാറി എന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ലോകശക്തിയായ ഭാരതത്തെ തടഞ്ഞു നിർത്താനും തകർത്ത് വീഴിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന BJPയെയും അതുപോലെ നരേന്ദ്രമോദിയെയും ഒക്കെ ഉന്നം വെക്കാനും അന്താരാഷ്ട്ര രംഗത്തുള്ള ശക്തികൾ തീർച്ചയായിട്ടും പരിശ്രമിക്കും. അവരുടെ കയ്യിലെ ഒരു വിദഗ്ധമായ ആയുധമായിട്ടാണ് ഇന്ന് ഈ രാജ്യത്തെ ആം ആദ്മി പാർട്ടി ആണെങ്കിലും CPIM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പെരുമാറുന്നത് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് സംശയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ പ്രതികരണങ്ങൾ ആ തരത്തിലാണ്. ഇപ്പോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള വലിയ പ്രതീക്ഷ അത് പാകിസ്ഥാനിൽ കോൺഗ്രസുകാരേക്കാൾ ഉപരി പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കാണ് പ്രിയങ്കരനായ ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പിന്നെ പറയാനുമില്ല. അവർ നിരന്തരമായ ഇന്ത്യ വിരുദ്ധമായ നിലപാടിലാണല്ലോ ഇപ്പൊ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് ആം ആദ്മി പാർട്ടിയും വരുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഭാവിയിൽ നേരിട്ട് കാണാൻ പറ്റും. ഏതായാലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള മുന്നണി വളരെ ദുർബലമാണ് എങ്കിൽ പോലും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളെ BJPയെ എതിരിടുന്നു എന്നുള്ള പേരിൽ അവതരിപ്പിക്കാൻ ഇവരൊക്കെ ശ്രമിക്കും. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന് പിന്തുണ കൊടുക്കും. അന്താരാഷ്ട്ര അജണ്ട നടപ്പാക്കുന്ന ആഗോള ശക്തികൾ അതിന്റെ പിന്നിൽ ചരട് വലിക്കും. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. BJPക്കും NDA മുന്നണിക്കും അതിനുള്ള ആത്മവിശ്വാസമുണ്ട് എങ്കിൽ പോലും നമ്മൾ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ NDA മുന്നണിയെ സംരക്ഷിക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറായില്ല എങ്കിൽ ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് പറയാൻ വയ്യ. അതായത് ജയിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഉദാസീനരാവാതെ ജയിക്കുന്നത് വരെ ആ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്.